നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ കാണാം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കും നമ്മളോട്. നമ്മൾ പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഒരു ഷൗട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. ഇത് അഗ്രസർ എന്നാണ് പറയാം. ഇതെന്തിനത് പഠിക്കുന്നതെന്ന് അറിയാം. നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന കസ്റ്റമർ ഇതേ സ്വഭാവക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ അഗ്രസീവായിട്ടാണ് ഒരാൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ, നമ്മളെ ടോക്കിങ് സ്റ്റോപ്പ് ചെയ്യണം. അയാൾ നല്ല ലിസണർ അല്ല, അയാൾക്ക് ആ സമയത്ത് അത് കേൾക്കാൻ പറ്റില്ല. ചിലപ്പോൾ എല്ലാ സമയത്തും അയാൾ ആ മെൻറ്റാലിറ്റിയിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ തൊട്ട് മുമ്പേ സംസാരിച്ചത് വേറൊരാളോടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ തെറ്റിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, അതെല്ലാം കൂടി നമ്മുടെ അടുത്തേക്ക് മാറ്റുന്നുണ്ടാവാം. അടുത്ത ആളാണ് നമ്മൾ ടോക്കർ എന്ന് പറയും. ടോക്കർ എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയം ആൾ തന്നെ ആയിരിക്കും സംസാരിക്കുക. നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക, സംസാരിക്കുന്നത് മുഴുവൻ ആളായിരിക്കും. ഒരു പ്രസംഗിക്കുന്ന ആളെ സ്വഭാവത്തോടു കൂടി എന്ത് ചെയ്യും, അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, അല്ല സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവരെടുത്തും നമ്മുടെ ആശയങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ കൺവേ ചെയ്യരുത്. അവരടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, മെസ്സേജുകളായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ ആ സംസാരത്തിൽ കൂടെ കൊടുത്താൽ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, അത് അംഗീകരിക്കില്ല. പിന്നെയുള്ള ടീമാണ് ഇൻ്റർപ്രറ്റേഴ്സ്. ഇൻ്റർപ്രറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടക്ക് പെട്ടെന്ന് കയറിയിട്ട് എന്ത് ചെയ്യും, ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പോൾ നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അപ്പോഴേക്കും വേറൊരു കാര്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആ കാര്യം സംസാരിപ്പിക്കൂ, അത് ക്ലോസ് ആകുന്നതിന് മുമ്പ് എന്ത് ചെയ്യൂ, അടുത്തൊരു വിഷയം ഇട്ട് കൊടുക്കും. അങ്ങനെ ഇങ്ങനെ സംസാരിച്ചു. ഇപ്പം ചില അന്തിച്ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ, അന്തിച്ചർച്ചകളിൽ ഈ ചർച്ച സബ്ജക്റ്റൊക്കെ ഒന്നിട്ടുണ്ടാവും. ദൂരദർശനിൽ പരിപാടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടി വിയിൽ പരിപാടി ഉണ്ടാവും. അപ്പോൾ ഇവർ രാഷ്ട്രീയക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, ചോദിക്കുന്നത് ഒന്നാവാ, ആൻസർ പറയുന്നതോ അയാൾ എന്താണോ ഉദ്ദേശിച്ചത് അതായിരിക്കും പറയുന്നുണ്ടാവുക. പിന്നുള്ളതാണ് മാനിപ്പുലേറ്റേഴ്സ്. ഈ മാനിപ്പുലേറ്റേഴ്സിന് ഒരു പ്രശ്നമുണ്ട്. ഇവർ കേൾക്കാനൊക്കെ തയ്യാറായിരിക്കും, പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു, കേൾക്കുന്നത് മുഴുവനും നെഗറ്റീവോട് കൂടി കേട്ടിട്ട് ആ പറയുന്ന ആശയമായിരിക്കും എന്ത് ചെയ്യുക, പറഞ്ഞുകൊണ്ടിരിക്കും.